എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരേന്ദ്രനാണ്. നമ്മൾക്ക് സാൻഡ്വിച്ച്, അതുപോലെ ചാറ്റ് ഐറ്റംസ്, അങ്ങനെയുള്ള പല കാര്യത്തിനും നമ്മൾക്ക് കിട്ടുന്നൊരു ചട്നി ഉണ്ട്, ഒരു പച്ച കളറുള്ള ഒരു ചട്നി. ആ പച്ച ചട്നി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇത് നമ്മൾക്ക് നമ്മുടെ ഡെയിലി റൂട്ടീൻ നമുക്ക് പല കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ കൊളസ്ട്രോള്, അങ്ങനെയുള്ള എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക്, അതായത് ചട്നിയിലെ എണ്ണയെല്ലാം യൂസ് ചെയ്യാത്തവർക്കും നമുക്കിത് വളരെ സുലഭമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഫ്രഷായിട്ട് തന്നെ നമുക്ക് ആ ചട്നി നമുക്ക് ഉപയോഗിച്ചെടുക്കാം. അങ്ങനെ കുറേ ഉപകാരങ്ങളുള്ളൊരു ചട്നിയാണത്. അപ്പോൾ നമുക്ക് ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഗ്രീൻ ചട്നിക്ക് ആവശ്യമായത് നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില 1 കപ്പോളം വരുന്നത്, അതേപോലെ പുതിന ഇല 1/2 കപ്പ്, ഒരിഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി മുറിച്ചത്, ഒരു 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, പൊരികടല, അതായത് പൊട്ടുകടല, പൊരികടല എന്ന് പറയുന്നത് ഒരു 2 ടീസ്പൂൺ, കുമിൻ പൗഡർ ഒരു 1/2 ടീസ്പൂൺ, അതായത് ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ചാറ്റ് മസാല ഒരു 1 ടീസ്പൂൺ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ മാംഗോ പൗഡറും നമുക്ക് ഉപയോഗിക്കാം. പഞ്ചസാര ഒരു 1/2 ടീസ്പൂണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി കുറച്ച്, ഒരു പിഞ്ച് കായപ്പൊടി, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഒന്ന് ഒരു 1/2 മുറി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്നി എല്ലാം ചരിക്കാൻ പറ്റില്ല. നമ്മുടെ ചട്നി എല്ലാം റെഡി ആയിരിക്കണം, ഒരു പച്ച ചട്നി. നമുക്കിത് മാക്സിമം നമുക്ക് ചാറ്റ് ഐറ്റംസിന് നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അതായത് നമുക്ക് സ്നാക്സ്, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള കുറേ നമ്മളൊരു മുൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പാനിപൂരി, അതുപോലുള്ള ചാറ്റ് ഐറ്റംസ്. ഇത് നമുക്ക് ദോശയോടും ഇഡ്ഡലിയൊക്കെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. മെയിനായിട്ട് ഇതിൽ ഈ സംഭവത്തിന് നമുക്ക് എണ്ണ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കൊളസ്ട്രോള് അങ്ങനെയുള്ളവർക്ക് നമുക്കിത് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനം കൂടിയാണ്. അപ്പോൾ നല്ലൊരു സൂപ്പർ അടിപൊളി മണവും ആ മണത്തിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്നൊരു സിമ്പിള്, അതായത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനൂസ് സുരേന്ദ്രനാണ് സൈനിങ് ഓഫ്. ബൈ.